പാകിസ്ഥാന്റെ വാദങ്ങളെല്ലാം പൊട്ടിപ്പാളി സായിക്കുന്നു. ചീട്ട് കൊട്ടാരം പോലെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറില് പാകിസ്ഥാൻ ഇതുവരെ ഉന്നയിച്ച വാദം എന്ന് പറയുന്നത് ഇന്ത്യയുടെ 5 വിമാനങ്ങൾ, അതിൽ 3 റാഫേൽ വിമാനങ്ങൾ ഞങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയെന്നാണ് പാകിസ്ഥാൻ വീരവാദം മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കേട്ടിട്ടൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഇവിടെ തകർന്നടിഞ്ഞ വിമാനങ്ങളുടെ കണക്ക് അങ്ങ് പാകിസ്ഥാനിൽ നിന്ന് പറഞ്ഞത് എടുത്തു പൊന്തിച്ചുകൊണ്ട് വന്ന് സംസാരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതെല്ലാം ചീട്ട് കൊട്ടാരം വരെ തകർന്ന് തരിപ്പണമായി എന്ന് ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത്രയും ഒരു കള്ളവാദം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉന്നയിച്ചത് അഹമ്മദ് ഷെരീഫ് ചൗധരിയാണ്. അയാള് പാകിസ്ഥാന്റെ സൈനിക മാധ്യമ വിഭാഗമായ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷന്റെ ഡയറക്ടർ ജനറൽ ആണ്. ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായല്ലോ. നേരെ മറിച്ച് എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ എങ്ങനെയാണ് ഉണ്ടാവാൻ കാരണമെന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ വലിയ ഒരു ചതിയാണ് നമ്മുടെ ഇന്ത്യയിലെ പാവ വിനോദസഞ്ചാരികൾക്ക് നേരെ. നീ ഹിന്ദുവാണോ നീ മുസൽമാനാണോ എന്ന് മാറി മാറി ചോദിച്ച് മതം ചോദിച്ച് ഉറപ്പാക്കി ഹിന്ദുവാണെന്ന് ഉറപ്പുവരുത്തി ഓൺ ദ സ്പോട്ടില് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. ആരെ? അവിടത്തെ ഹിന്ദു പുരുഷന്മാരെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. അവരുടെ ഭാര്യമാരുടെ കൺമുന്നിൽ വച്ചിട്ട് തന്നെയാണ് വെടി ഉതിർത്ത് കൊന്നത്. അവരുടെ ഒരു ഭാര്യ, മരണപ്പെട്ട ഒരാളുടെ ഭാര്യ ആ ഒരു തീവ്രവാദിയോട് ചോദിക്കുന്നുണ്ട്, എന്നെ കൂടി കൊല്ലൂ എന്ന് പറഞ്ഞപ്പോൾ ആ തീവ്രവാദി പറഞ്ഞ ഒരു വാദം എന്താണെന്നോ, പോയി മോദിയോട് പറയൂ എന്നാണ്. അതെ, മോദി കേട്ടു. ഇന്ത്യയിലെ ഹിന്ദു സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ച നരാധമന്മാരായ തീവ്രവാദികൾക്ക് ശക്തമായ തിരിച്ചടിയാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കൊടുത്തത്. പക്ഷേ ഇപ്പോഴും നിർഭാഗ്യവശാൽ എന്താണെന്നോ, ഇവിടെ കേരളത്തിലും ഇന്ത്യയിലും ജീവിക്കുന്ന ചില ആളുകൾക്ക് മാത്രം ഈ ഓപ്പറേഷൻ സിന്ദൂറും ഈ പെഹൽഗാമൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരിപ്പോഴും പറയുന്നത് ഇതൊക്കെ പ്രൊപ്പഗണ്ടയാണെന്നാണ്. ഒരു രാജ്യത്ത്, അതായത് നമ്മുടെ രാജ്യത്ത് നുഴഞ്ഞു കയറി വന്ന് മതം ചോദിച്ച് പഹൽഗാമിലെ ബൈസൻ വാലി എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടുവരുന്ന യുവാക്കൾക്ക് നേരെ മതം ചോദിച്ച് ഹിന്ദുവാണെന്ന് ഉറപ്പുവരുത്തി മുസ്ലിംസിനെ സേഫാക്കി മാറ്റി നിർത്തി അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് വെടി ഉതിർത്ത് കൊന്നത് വലിയൊരു ഷോക്കിംഗ് ന്യൂസ് തന്നെയായിരുന്നു. ആർക്ക്? ഇവിടത്തെ ദേശസ്നേഹികൾക്ക് മാത്രം. അല്ലാതെ ഇവിടെ ജീവിച്ച് അവിടെ കൂട് കാണിക്കുന്നവർക്ക് ഇത് വെറും പ്രൊപ്പഗണ്ട മാത്രമാണ്. ഇതിനെ ചൊല്ലിയിട്ടാണ് 2025 ഏപ്രിൽ 22 ഈ ഒരു സംഭവം അരങ്ങേറുന്നത്. അന്ന് നമ്മുടെ രാജ്യം നടുങ്ങിപ്പോയിരിക്കുന്നു. ഒരു നേവി ഓഫീസറുടെ ചേതനയേറ്റ ശരീരത്തിന്റെ അടുത്ത് നിന്ന് ഭാര്യ വിലപിക്കുന്നത് ഒരു വലിയ ചിത്രമായിരുന്നു. ആ ഒരൊറ്റ ചിത്രം നോക്കിയാൽ മതി ആ ഒരു വേദന, അല്ലെങ്കിൽ ആ ഒരു നിരായുധരായ ആണുങ്ങളുടെ നേർക്ക് നടത്തിയ അക്രമത്തിന്റെ ഭീകരത എന്താണെന്ന് അറിയാൻ പറ്റും. ചോര തളം കെട്ടി നിന്ന ഭർത്താവിന്റെ ചേതനയറ്റ ശരീരത്തിന്റെ അടുത്ത് നിന്ന് അവൾ ഇരിക്കുകയാണ്, ഒറ്റ ഇരിപ്പിരിക്കുകയാണ്. കാരണം അവൾക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല. മധുവിധു നാളുകളിലാണ് അവളുടെ ഭർത്താവിന്റെ ജീവൻ പാകിസ്ഥാനിലെ തീവ്രവാദികൾ കവർന്നെടുത്തത്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ എന്ന മട്ടായിരുന്നു. പക്ഷെ പാകിസ്ഥാനികൾക്ക് തെറ്റിപ്പോയി. അന്ന് പണ്ട് മുംബൈയിലെ താജ് ഹോട്ടലിൽ ഇതേ സമാനമായിട്ട് 5 സ്ഥലങ്ങളിൽ ഒരേയിടത്ത് യുദ്ധം നടന്നു കഴിഞ്ഞപ്പോൾ തിരിച്ചടിക്കാതിരുന്ന അന്നത്തെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ എന്ന് പാകിസ്ഥാനികൾ തിരിച്ചറിയാൻ മറന്നുപോയി. ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ച പാകിസ്ഥാനിലെ നരാധമന്മാർക്കിട്ട് നമ്മൾ ഒന്നൊന്നര പണി അങ്ങ് കൊടുത്തു. ആ പണിയുടെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഇത് നടന്നത് 2025 മെയ് 7 നല്ലൊരു ദീപാവലി ട്രീറ്റ് തന്നെയാണ് നമ്മൾ പാകിസ്ഥാന് കൊടുത്തത്. പക്ഷെ ഒരൊറ്റ നിരായുധരായ അല്ലെങ്കിൽ സാധാരണക്കാരായ ഒരു ആളുടെ ജീവൻ പോലും പാകിസ്ഥാനിൽ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഇന്ത്യക്കാർ, അതായത് ഇന്ത്യയുടെ സേനകൾ ലക്ഷ്യം വച്ചത് പാകിസ്ഥാനിലെ ഭീകരർ താമസിക്കുന്ന കുടിയേറി പാർത്ത കേന്ദ്രങ്ങളിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 3 സേനകളുടെ തലവന്മാരുടെ യോഗം പെട്ടെന്ന് തന്നെ ഉണ്ടായിരുന്നു. ഉന്നതതല കൂടിയാലോചനകൾ, അതിർത്തിയിൽ എന്തും നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ. തിരിച്ചടി പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നു. എപ്പോൾ വേണമെങ്കിലും, കാരണം ഇന്ത്യ ചൊറിഞ്ഞതാണല്ലോ, തിരിച്ചൊരടി അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു.
പക്ഷേ എപ്പോൾ എവിടെയെന്നൊരു സൂചന പോലും അവർക്ക് ലഭിച്ചിരുന്നില്ല. രാജ്യത്താകെ മോക്ക് ഡ്രില്ലുകൾ തയ്യാറെടുപ്പുകൾ ശക്തമാക്കി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ പടിഞ്ഞാറൻ അതിർത്തിയിലെ വ്യോമതാവളത്തിൽ നിന്ന് ഒരു സുഖോയ് 30 ഉയർന്നു. പറന്ന് 10 മിനിറ്റിനുള്ളിൽ സുഖോയിൽ നിന്ന് ഒരു മിസൈൽ തൊടുത്തു വിട്ടു. എവിടെയാ ചെന്ന് പതിച്ചതെന്ന് അറിയണമോ? ചെന്നു വീണത് 200 കിലോമീറ്ററിനുള്ളിൽ ബഹവൽപൂരിലെ ഭീകര കേന്ദ്രങ്ങളിലാണ്. അന്ന് തകർന്ന് തരിപ്പണമായതാണ് പാകിസ്ഥാനിലെ ഒരംശമുള്ള ഭീകരരുടെ കേന്ദ്രം തകർന്ന് തരിപ്പണമായതാണ്. പക്ഷെ ഇപ്പോഴും കേരളത്തിലും ഇന്ത്യയിലും ആളുകൾ ഇതെല്ലാം പ്രൊപ്പഗണ്ടയാണെന്നാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ഇന്ന് ഈ ഒരു നിമിഷം ഇതെല്ലാം, അതായത് പാകിസ്ഥാൻ നമ്മുടെ ഇന്ത്യയിലെ 5 വിമാനങ്ങൾ തകർത്തിട്ടു എന്ന വീരവാദം കള്ളമാണെന്ന് തെളിഞ്ഞത് എങ്ങനെയാണെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലെ റാഫേൽ വിമാനങ്ങൾ നഷ്ടമായെന്ന പാകിസ്ഥാന്റെ വാദത്തിന് തിരിച്ചടി നൽകിയിരിക്കുകയാണ്. 36 റാഫേൽ വിമാനങ്ങൾക്കും പിന്തുണാ സേവനം ആവശ്യപ്പെട്ട് IAF ടെൻഡർ പുറത്തിറക്കിയിരിക്കുകയാണ്. ഇന്ത്യ വാങ്ങിയ എല്ലാ 36 റാഫേൽ വിമാനങ്ങളും ഇപ്പോഴും സേവനത്തിലുണ്ടെന്ന് വ്യക്തമാക്കുന്ന രേഖയാണ് പുറത്തായത്. തകർന്ന് തരിപ്പണമാക്കിയ വിമാനങ്ങൾ എങ്ങനെയാണ് 36 എണ്ണവും സർവീസിൽ ഉണ്ടാവുന്നത്, ഇപ്പോഴും സേവനത്തിൽ ഇരിക്കുന്നത്? അപ്പോൾ കള്ളം പറഞ്ഞത് ആരാണ്? നമ്മുടെ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി. അവർക്ക് കുടപിടിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയും എടുത്തു പറഞ്ഞൊരു വാദമുണ്ടായിരുന്നു, നമ്മളുടെ തകർന്നുപോയ വിമാനങ്ങളുടെ കണക്ക് എന്താണ് പുറത്തുവിടാത്തതെന്ന്. അപ്പോൾ ശരിക്കും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണോ അദ്ദേഹം, അതോ പാകിസ്ഥാനിലെ സ്പൈ വർക്ക് ചെയ്യുകയാണോ അദ്ദേഹത്തിന്റെ ജോലി എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇത് രാഹുൽ ഗാന്ധിയുടെ മാത്രം ചോദ്യമല്ല കേട്ടോ. ഇന്ത്യയിലെ ഒരു പറ്റം ആളുകൾ, ഇപ്പോഴും ഇതൊന്നും വിശ്വസിക്കാത്ത കുറച്ചാളുകൾ, ദേശസ്നേഹികളാണെന്ന് പറഞ്ഞു നടക്കുന്ന കുറച്ചാളുകൾ, അവർ മാത്രം ഇപ്പോഴും ഇതെല്ലാം പ്രൊപ്പഗണ്ടയാണ്, പാകിസ്ഥാൻ പറയുന്നത് മാത്രമാണ് വേദവാക്യം, ഇലക്ഷൻ സ്റ്റണ്ട് ആണെന്നാണ് പറയുന്നത്. എന്നാൽ ഇതേ സമാധാന മതക്കാര് മറ്റു രാജ്യങ്ങൾ കാണിക്കുന്ന പേയ്ക്കൂത്തുകൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴും നിങ്ങൾ ഇലക്ഷൻ സ്റ്റണ്ട് ആണെന്ന് പറയുമോ? അപ്പോൾ നിങ്ങളെല്ലാം അവർക്ക് വേണ്ടി സേവ് 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 എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങുമല്ലോ. എന്തുകൊണ്ട് ഇന്ത്യയിൽ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞപ്പോൾ നിരായുധരായി ഇത്രയും ആളുകൾ 26 പുരുഷന്മാരെ കൊന്നൊടുക്കി കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ വിലപിച്ചില്ല? എന്തുകൊണ്ട് നിങ്ങൾ കരഞ്ഞില്ല? അന്ന് ഇറാനിലെ ഖമേനി കൊല്ലപ്പെട്ടപ്പോൾ ഇവിടെ കിടന്ന് കരഞ്ഞ് മെഴുകി തെരുവിലിറങ്ങിയ കാശ്മീരികൾക്കും മറ്റ് ന്യൂഡൽഹിയിലെ ആളുകളും എല്ലാം ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോൾ എവിടെ പോയി? തിരിച്ചടിച്ചപ്പോൾ അവർക്കിട്ട് കൊണ്ട പോലത്തുള്ള വേദനയായിരുന്നു ഇവിടെയുള്ള ചിലർക്കൊക്കെ. എന്താണ് കാരണം? കാരണം ഇവിടെ ജീവിക്കുന്ന ഇന്ത്യയിലെ പകുതി ആളുകളും യഥാർത്ഥത്തിൽ ഇന്ത്യയോട് കൂടുള്ളവരാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ, അതായത് ഒരാഴ്ച മുൻപേ കൊച്ചിയിലെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഐ ലവ് പാകിസ്ഥാൻ എന്ന് എഴുതിയത് വലിയ വിവാദമായിരുന്നു. ഐ ലവ് പാകിസ്ഥാൻ എന്നെഴുതിയത് രാജ്യദ്രോഹ കുറ്റമാണെന്ന് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടതാണ്. ആ വീഡിയോയുടെ താഴെ പോലും, അതായത് ന്യൂസ് ചാനലിൽ വന്ന വാർത്തയുടെ താഴെ പോലും പിന്നെയും യാതൊരു കൂസലുമില്ലാതെ കമന്റ് സെക്ഷനിൽ വന്നിട്ടിരിക്കുകയാണ് ഐ ലവ് പാകിസ്ഥാൻ, തന്നെ ഇഷ്ടപ്പെട്ട ഫുട്ബോൾ രാജ്യത്തിന്റെ പേരും. ഇതെല്ലാം ഇന്ത്യയിൽ ജീവിക്കുമ്പോഴാണ് ഈ നടക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രുക്കൾ നമ്മൾ തന്നെയാണ്. കാരണം ദുരന്തർ മൂവിയിൽ ഒരു ഡയലോഗ് ഉണ്ട്, ഇന്ത്യയിലെ ശത്രുക്കൾ ഇന്ത്യക്കാർ തന്നെയാണ്, രണ്ടാമതേ വരൂ പാകിസ്ഥാനികളെന്ന്. അത് ശരിയാണ് എന്ന് ഇപ്പോൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയും പാകിസ്ഥാനെ പൊള്ളയായ വാദങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് വരുന്നവരോട് എന്താണ് നമുക്ക് പറയാനുള്ളത്? അവർ യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്നവരാണോ അതോ പാകിസ്ഥാന്റെ സ്പൈ വർക്കേഴ്സ് ആണോ?